ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തേത് ഒരു പെൻ പാലിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പം കുറേ നാളായി പെൻ പാലിംഗ് വീഡിയോസ് ഒന്നും തന്നെ ചെയ്യാത്തത്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പം ഈ പെൻ പാല് ഞാൻ സെൻഡ് ചെയ്യുന്നത് ഹസ്ന എന്ന് പറയുന്ന എൻ്റെ ഫ്രണ്ടിനാണ് കേട്ടോ. അപ്പം ആൾക്ക് ഇതിനു മുമ്പും ഞാൻ പെൻ പാല് അയച്ചിട്ടുണ്ടായിരുന്നു. മാഷാല്ലാ, ഇപ്പോൾ അവളുടെ ചാനൽ നല്ല രീതിയിൽ തന്നെ റീച്ചൊക്കെ ആവുന്നുണ്ട്. അപ്പം എന്താ പറയുക, ഈ ക്രാഫ്റ്റിംഗ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് നല്ലൊരു മോട്ടിവേഷനാണ് ആളുടെ ഓരോ വീഡിയോസും. നല്ല ഇൻസ്പിറേഷണൽ വീഡിയോസാണ്. അപ്പം നിങ്ങൾ ഇതുവരെ ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ പോയിട്ട് കാണാം കേട്ടോ. ആർട്ട് ഗോസിപ്സ് എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പം ആളൊരു ക്യൂട്ട് ആൻഡ് എസ്തെറ്റിക് ആ ഒരു വൈബ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു തീമിലാണ് കേട്ടോ ഈ പെൻ പാല് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് എൻവലപ്പാണ് കേട്ടോ. അപ്പം ആദ്യം എൻവലപ്പ് റെഡി ആക്കിയാൽ മറ്റുള്ളതൊക്കെ ഓരോന്നോരോന്നായിട്ട് പിന്നീട് ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പം ആദ്യം ഈ ഒരു എൻവലപ്പാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനൊരു A4 ഷീറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് തിക്നെസ് ഉള്ളതാണ്, നോർമൽ A4 ഷീറ്റല്ല. അപ്പം കുറച്ച് കട്ടിയുള്ള പേപ്പറാണ് കേട്ടോ ഇത്. അപ്പം അത് ജസ്റ്റ് ഇങ്ങനെ ഒരു സൈഡ് ഫോൾഡ് ചെയ്തിട്ട് ഒരു എൻവലപ്പ് രൂപത്തിൽ ആക്കിയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ട് സൈഡും ഫെവിക്കോൾ വെച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗം ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം ആദ്യം തന്നെ ഒരു ഗ്രിഡ് പേപ്പർ എടുത്തിട്ട് കുറച്ച് ഇസ്തെറ്റിക് ഇമേജസൊക്കെ ഞാൻ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഓരോന്നോരോന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ക്യൂട്ട് ആൻഡ് ഇസ്തെറ്റിക് ആ ഒരു തീം പറഞ്ഞതുകൊണ്ട് തന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പിൻട്രസ്റ്റിൽ നിന്ന് പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതാ കട്ട് ചെയ്ത് അങ്ങനെ ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് അതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പം ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആ ഒരു ഗ്രിഡ് പേപ്പറിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് സ്റ്റിക്കർ ആഡാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഈ ഗ്രിഡ് പേപ്പറിൻ്റെ ഒരു സൈഡിലായിട്ട് ഞാൻ ചെയ്യുന്ന ആ ഒരു ഡേറ്റ് ഉണ്ടല്ലോ, ഇപ്പം ഡിസംബർ ലാസ്റ്റ് ദിവസമാണ് കേട്ടോ ഞാൻ ഇത് ഷൂട്ട് ചെയ്തത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ഡേറ്റാണ് ഞാനിവിടെ സ്റ്റാമ്പ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇതാ ആൽഫബറ്റ് സ്റ്റാമ്പ് യൂസ് ചെയ്തിട്ട് 2 കൂടി എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ ആളുടെ പേര് ഇതുപോലെ ചെറിയ ചെറിയ സർക്കിൾ വരച്ചു കൊടുത്തിട്ട് അതിൽ ഹസ്നാന്നും കൂടി ആഡാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ അതിൻ്റെ മേലെയായിട്ട് ഒരു ക്യൂട്ടായിട്ടുള്ളൊരു സ്റ്റിക്കറും കൂടി ആഡാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു പേപ്പറിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ ഒന്ന് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ എൻവലപ്പിൻ്റെ കാര്യം സെറ്റായി. പക്ഷേ എനിക്ക് എന്താ പറയുക, അത്ര വലിയ സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല ഒരു എൻവലപ്പിൻ്റെ ലുക്ക്. അപ്പം അത് ഞാൻ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു, അത് അവസാനം കാണിക്കാം. അപ്പോൾ എൻവലപ്പൊക്കെ സെറ്റാക്കിയിട്ട് അത് സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നെക്സ്റ്റ് നമുക്ക് ഓരോ എക്സ്ട്രാസ് ആയിട്ട് അങ്ങനെ ചെയ്യണം. അപ്പം ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് ഇതുപോലുള്ള എന്താ പറയുക, ക്യൂട്ടായിട്ട് വരുന്ന മെമ്മോ പാഡ്സ് ആണ് കേട്ടോ. അപ്പം ഇതിൻ്റെ തന്നെ പ്രിൻ്റബിളൊക്കെ ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ക്യൂട്ട് ആൻഡ് ഇസ്തെറ്റിക് ആ ഒരു തീമിലാണ് കേട്ടോ ഈ ഓരോ മെമ്മോ പാഡ്സും വരുന്നത്. അപ്പം ഇതൊരു പേസ്റ്റൽ കളേഴ്സിലാണ് ഉള്ളത്. അപ്പം ബ്ലൂ, യെല്ലോ ആൻഡ് ലൈറ്റ് പിങ്ക് ആ ഒരു കളറിലാണ് കേട്ടോ ഇത് വരുന്നത്. അപ്പോൾ ഇത് ഓരോന്നും ഒരു എൻവലപ്പിൽ ഇട്ടിട്ട് അങ്ങനെ കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പം ആദ്യം തന്നെ ഒരു A4 പേപ്പർ എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഈ ഓരോ മെമ്മോ പാഡ്സും വെച്ചിട്ട് അങ്ങനെ ജസ്റ്റ് അതിനെ ഫോൾഡ് ചെയ്തിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിൽ നിന്ന് ഒന്ന് ഞാൻ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ക്യൂട്ടല്ലേ അത് കാണാൻ. അപ്പം അത് ഞാൻ ജസ്റ്റ് ഈ ഒരു എൻവലപ്പിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പം നെക്സ്റ്റ് ആഡ് ആക്കുന്നത് കുറച്ച് ക്യൂട്ട് ആൻഡ് ഇസ്തെറ്റിക് ആയിട്ടുള്ള കുറച്ച് ഇമേജസ് ആണ് കേട്ടോ, അതായത് സ്റ്റിക്കേഴ്സാണ്. അപ്പം ഇതുപോലെ ഓരോ സെറ്റായിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്യാൻ നിന്നിട്ടില്ല. അപ്പം ഇതുപോലെ സെറ്റായിട്ടാണ് വെക്കുന്നത്. എന്നിട്ട് അതിനെ ഒരു A4 ഷീറ്റിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് അങ്ങനെ ഇതുപോലെ രണ്ട് സൈഡും ഫോൾഡ് ചെയ്തിട്ട് അങ്ങനെ ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അതും സൈഡിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നെക്സ്റ്റ് നമ്മുടെ പെൻ പാലിൻ്റെ മെയിൻ ആയിട്ട് വരുന്നത് നമ്മുടെ ലെറ്ററാണ്. അപ്പം ഇനി ലെറ്ററാണ് ചെയ്യാനുള്ളത്. അപ്പം ഞാനിതാ പിൻട്രസ്റ്റിൽ നിന്നും സിനിമ റോള് ആ ഒരു തീമിൽ വരുന്ന ഒരു പേപ്പർ ഇതുപോലെ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിലാണ് ലെറ്റർ ആഡ് ആക്കുന്നത്.
ലെറ്റർ എഴുതി കൊടുക്കുന്നത്. അപ്പം അതിലിതാ ഹലോ എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റും ആഡ് ആക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ആളുടെ പേരും പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതും കൂടി സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ എടുക്കുന്നത് ജാനുവരി 1 കേട്ടോ. അപ്പം ആ ഒരു ഡേറ്റും കൂടി അങ്ങനെ സ്റ്റാമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം നെക്സ്റ്റ് ലെറ്റർ എഴുതുന്നുണ്ട്. അത് പേഴ്സണലാണല്ലോ, അതുകൊണ്ടാണ് വീഡിയോയിൽ കാണിക്കാത്തത്. അങ്ങനെ എനിക്ക് അവളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ലെറ്ററിൽ ആഡ് ആക്കുന്നത്. ഇവളെപ്പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയുക, നമുക്ക് എല്ലാ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചോദിക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ടാണ് കേട്ടോ. ഈ ഒരു ക്രാഫ്റ്റിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുമ്പം നമുക്ക് പല ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ എന്താ പറയുക, ഒരു മടിയും കൂടാതെ ഒക്കെ ഷെയർ ചെയ്ത് എനിക്ക് പറഞ്ഞു തരാറുണ്ട്. അങ്ങനെയാണ് നമ്മൾ മെയിനായിട്ട് ഫ്രണ്ട്സ് ആയത്. അതുമാത്രമല്ല ആളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നല്ല മോട്ടിവേഷനായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഞാൻ സബ്സ്ക്രൈബറാണ്. പിന്നെ എന്താ പറയുക, നല്ല മോട്ടിവേഷണൽ ഒരു ടൈപ്പിലുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ആളുടെ ചാനൽ. അങ്ങനെ ലെറ്ററൊക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് 2 സൈഡും ഫോൾഡ് ചെയ്തിട്ട് അങ്ങനെ വാഷി ടേപ്പ് വെച്ചിട്ട് അങ്ങനെ ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം നെക്സ്റ്റ് ഇതിൽ ആഡ് ആക്കേണ്ടത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. എനിക്ക് ആളോട് ചോദിക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ആഡ് ആക്കുന്നത്. ഒരു 4 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള 4 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ എഴുതുന്നത്. ഈ ഒരു പേപ്പറും ഞാനിതുപോലെ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അങ്ങനെ പ്രിൻ്റ് എടുത്തതാണ് കേട്ടോ. നല്ല ക്യൂട്ടല്ലേ കാണാൻ. ഒരു ഗോൾഡൻ കളറിലുള്ള ജെൽ പെന്ന് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ക്വസ്റ്റ്യൻസൊക്കെ എഴുതുന്നത്. പിന്നെ ക്വസ്റ്റ്യൻസൊക്കെ എഴുതിയതിന് ശേഷം ഇങ്ങനെ 2 സൈഡും ഫോൾഡ് ചെയ്തിട്ട് അങ്ങനെ ലോക്കാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതും ഒരു സൈഡ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഇതുപോലുള്ള സ്റ്റിക്കർ ഷീറ്റിൽ നിന്നും ഒരു ഷീറ്റ് അങ്ങനെ ഒരു പീസായിട്ട് മുറിച്ചിട്ട് അങ്ങനെ അത് ആഡ് ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ആൾ ക്യൂട്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് ആഡ് ആക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. നല്ല നല്ല സ്റ്റിക്കേഴ്സാണ്. നല്ല മീഷോയിൽ നിന്ന് നല്ല അഫോർഡബിൾ റേറ്റിന് വാങ്ങിയ സ്റ്റിക്കറായിരുന്നു കേട്ടോ അത്. പിന്നെ ഇതുപോലുള്ള ഒരു എൻവലപ്പും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ സ്റ്റിക്കർ ഷീറ്റ് ഈ ഒരു എൻവലപ്പിൽ വെച്ച് കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഈ ഒരു എൻവലപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതെനിക്കൊരു കൊളാബ് വന്നതാണ് കേട്ടോ. ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഒരു പേജിൽ നിന്ന് അങ്ങനെ കൊളാബ് അയച്ചതായിരുന്നു. അങ്ങനെ ഇതും സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് ഇതിൽ ആഡ് ആക്കുന്നത് 2025 കലണ്ടറാണ് കേട്ടോ. ഇതും ഒരു ക്യൂട്ട് അനസ്തെറ്റിക് ആ ഒരു തീമിൽ വരുന്ന കലണ്ടറാണ്. അത് പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ. അങ്ങനെ അതും ഫോൾഡ് ചെയ്തിട്ട് അങ്ങനെ ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ക്യൂട്ട്നെസ് തോന്നുന്ന ഓരോ സംഭവങ്ങളും ഇതിൽ ആഡായി കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അയാൾക്കിത് ഇഷ്ടപ്പെടുമോ എന്താണെന്ന് എനിക്കറിയില്ല. ഇത് അയാൾക്ക് കിട്ടിയിട്ട് എന്താ റിപ്ലൈ വരുന്നത് അതിനെപ്പറ്റി അറിയാൻ നല്ല എക്സൈറ്റ്മെൻ്റ് ആണ്. പിന്നെ ഞാനിതിൽ ആഡാക്കുന്നത് കുറച്ച് സ്മൈലിൻ്റെ സ്റ്റാമ്പ്സ് ആണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ ഒരു റീലായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ആക്കാം. പിന്നെ നെക്സ്റ്റ് ഇത് ഞാൻ ആഡ് ആക്കുന്നത് ഇതുപോലുള്ള 2 കോഫി പൗഡറാണ് കേട്ടോ. ആൾ കോഫി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ആളാണ്. അത് ആളുടെ വീഡിയോസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതുകൊണ്ട് 2 കോഫി പൗഡറും കൂടി ഇതിൽ ജസ്റ്റ് ആഡാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് എക്സ്ട്രാസിൽ ഞാൻ ആഡാക്കി കൊടുക്കുന്നത്. ഈ ചെയ്തു വെച്ച ഓരോ സംഭവങ്ങളും തന്നെ എക്സ്ട്രാസിൻ്റെ ഒരു എൻവലപ്പ് റെഡിയാക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഇതുപോലെ ഒരു A4 ഷീറ്റ് എടുത്തിട്ട് നമ്മൾ ചെയ്തു വെച്ച ഓരോ കാര്യങ്ങളും അതിൽ ആഡ് ആക്കുന്നുണ്ട്. ലെറ്റർ, ക്വസ്റ്റ്യൻസ്, കലണ്ടർ അതൊക്കെ അതൊഴിച്ചിട്ട് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇതുപോലെ ഒരു എൻവലപ്പിലാക്കിയിട്ട് അതിൻ്റെ പുറത്ത് എക്സ്ട്രാസ് ഒന്ന് എഴുതി ഡെക്കറേറ്റ് ചെയ്തെടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ആ ഒരു എൻവലപ്പിൻ്റെ പുറത്തായിട്ട് ഇതുപോലെ ഒരു ഗ്രിഡ് പേപ്പർ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ പുറത്തായിട്ട് എക്സ്ട്രാസിന് കൂടി ആഡാക്കി കൊടുക്കുന്നുണ്ട്. ഒരു മാർക്കർ പെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇതുപോലെ ആഡാക്കി കൊടുക്കുന്നത്. അതിനൊന്ന് സ്റ്റാമ്പ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഇങ്ങനെ എഴുതി കൊടുത്തു. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, അതിൻ്റെ ടെക്സ്റ്റൊക്കെ ഒന്ന് കുറച്ചും കൂടി കട്ടിയാക്കി അങ്ങനെ അതൊരു ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഇനിയിപ്പം ഞാൻ ഇതിൽ ആഡാക്കാൻ മറന്നു ഒരു സംഭവം ഈ ഒരു വാഷി സാമ്പിൾസ് ആണ്. ഈ വാഷി സാമ്പിൾസ് മെയിനായിട്ട് ഞാൻ വാങ്ങിച്ചത് തന്നെ ഈ പെൻ പാലൊക്കെ ചെയ്യുമ്പം നമുക്ക് സെൻഡാക്കാന്നുള്ള ഇതിലാണ് കേട്ടോ ഈ വാഷി സാമ്പിൾസൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇത് മീഷോന്നാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പം അതിൻ്റെ അൺബോക്സിംഗ് ഒക്കെ ചെയ്യുന്ന വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പോയിട്ട് കാണണേ. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ട്രാൻസ്പെറൻറ്റ് കുറച്ച് ഹാർഡായിട്ടുള്ള ഒരു ഷീറ്റിലായിരുന്നു കേട്ടോ ഞാൻ ഇങ്ങനെ വാഷി സാമ്പിൾസ് ആഡാക്കുന്നത്. അപ്പം ഇതിൽ ഒരു ക്യൂട്ടായിട്ട് വരുന്ന ഒരു 4 ഡിസൈൻസാണ് ഞാനിതിൽ ആഡാക്കുന്നത്. അപ്പം ഇതുപോലെ 2 പ്രാവശ്യം ഇങ്ങനെ റോൾ ചെയ്തിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാനിത് സെറ്റാക്കിയിട്ടുള്ളത്. അതും നമ്മുടെ ഈ ഒരു എക്സ്ട്രാസിൻ്റെ എൻവലപ്പിൽ ആഡാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിൽ നമ്മൾ ഓൾറെഡി എൻവലപ്പ് ചെയ്തിട്ടുണ്ടല്ലോ സ്റ്റിക്കർ ഷീറ്റ് വെച്ചിട്ട്. അപ്പം അതിലാണ് ഈ ഒരു വാഷി സാമ്പിൾസും കൂടി ആഡാക്കി കൊടുക്കുന്നത്. ഇനിയിപ്പം നമ്മുടെ ഏകദേശം എല്ലാം ഓക്കെ ആയി. ഇനിയിപ്പം നമ്മുടെ എൻവലപ്പിലേക്ക് ഇതൊക്കെ ഒന്ന് ആഡാക്കി കൊടുക്കണം. അപ്പോൾ ഇതാ ഞാൻ മാറ്റി വെച്ചിട്ടുള്ള ഓരോ സംഭവങ്ങളും ഞാൻ ഇതെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനിപ്പം നമ്മുടെ വലിയ എൻവലപ്പ് ഉണ്ടല്ലോ, ആദ്യം തന്നെ ഡെക്കറേറ്റ് ചെയ്തെടുത്ത എൻവലപ്പ്, അതിലേക്കാണ് ഇത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞല്ലേ, ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല ഈ ഒരു എൻവലപ്പ് സെറ്റ് ചെയ്തതിൽ. അപ്പം ആളുടെ പേര് എഴുതിയതിലാണ് എനിക്ക് അത്ര ഒരു വൃത്തി തോന്നാതിരുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ ഇതുപോലെ ആളുടെ പേര് ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഹസ്ന സാജിദ് എന്നാണ് പേര്. അപ്പം അങ്ങനെ ഞാൻ പ്രിൻ്റ് എടുത്തിട്ട് അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടോ. അപ്പം ഇപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായോന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഇത് ഓരോന്നോരോന്നായിട്ട് നമ്മുടെ ഈ ഒരു എൻവലപ്പിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ ഈ ലെറ്ററൊക്കെ കുറച്ച് സൈസ് വലുതായത് കൊണ്ട് തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടാണ് കേട്ടോ ലെറ്റർ പിന്നെ കലണ്ടർ അതൊക്കെ ആഡാക്കി കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഒരു A4 സൈസിലാണല്ലോ ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പം അത് ജസ്റ്റ് ഫോൾഡ് ചെയ്തിട്ടാണ് എൻവലപ്പിലൊക്കെ ആഡാക്കുന്നത്. ഇനിയിപ്പം നമുക്ക് ഈ ഒരു എൻവലപ്പ് ലോക്ക് ചെയ്യണം. അപ്പം ഞാനിവിടെ ഫെവിക്കോളാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഇതാ നമ്മുടെ പെൻപാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഇതിനെ വേറൊരു എൻവലപ്പിൽ ഇട്ടിട്ട് അതിലാണ് കേട്ടോ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ആഡാക്കി കൊടുക്കുന്നത്. പിന്നെ എന്നിട്ട് ഇത് പോസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.